ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 5-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യത് സാഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. മലയാളം: സാഖ്യൻ പ്രാപിച്ചിടും സ്ഥാനം യോഗികൾക്കും സമാനമാം. സാഖ്യയോഗങ്ങളൊന്നായിട്ടറിയുന്നോനറിഞ്ഞിടും. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് സാഖ്യവും യോഗവും വേറെ വേറെയാണ് എന്ന് ധരിക്കുന്നവർ അജ്ഞാനികളാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല. അപ്പോൾ രണ്ടും ഉണ്ടല്ലോ. കർമ്മ സന്യാസമുണ്ട്. സാഖ്യം എന്ന് പറഞ്ഞാൽ കർമ്മസന്യാസം, യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം. ഇത് രണ്ട് അനുഷ്ഠിച്ചാൽ, ഏതെങ്കിലും ഒന്നനുഷ്ഠിച്ചാലും രണ്ടിൻ്റെയും ഫലം എങ്ങനെയാണ് കിട്ടുക എന്നൊരു ചെറിയ ശങ്ക അർജുനന് വരുമോ എന്ന് ഭഗവാനൊരു സംശയം. അപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, സാഖ്യേഹി യത് സ്ഥാനം പ്രാപ്യതേ തത് യോഗേഹി അഭിഗമ്യതേ. സാഖ്യന്മാർ പ്രാപിക്കുന്ന ലക്ഷ്യം ഏതാണോ അത് തന്നെ യോഗികൾക്കും പ്രാപിക്കാൻ സാധിക്കുന്നു. സാഖ്യം ച യോഗം ച ഏകം യഃ പശ്യതി സഹ പശ്യതി. സാഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ ആര് കാണുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ. അപ്പം നേരത്തെ പറഞ്ഞത് തെറ്റാണ്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ കർമ്മസന്യാസികൾ. അവർ ധ്യാനയോഗം വഴിയാണ് പരമാത്മതത്വം സാക്ഷാത്കരിക്കുന്നത്. പക്ഷേ യോഗികളാണെങ്കിൽ കർമ്മയോഗം വഴിയാണ്. കർമ്മം ചെയ്ത് അന്ധകരണത്തിൻ്റെ ശുദ്ധി നേടിയിട്ട് മെല്ലെ സ്റ്റെപ്പായിട്ട് പരമപദം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും മാർഗങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇവിടെ പശ്യതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുക എന്നല്ല, അവിടെ അനുഭവിച്ചറിയുക എന്നാണ്. തൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവ് തന്നെയാണ് എന്ന സത്യം സാക്ഷാത്കരിക്കലാണ് ആത്മസാക്ഷാത്കാരം എന്ന് നമ്മൾ പറയുന്നത്. ജ്ഞാനികളാണെങ്കിൽ ധാരാളമായിട്ട് അവരുടെ ഉയർന്ന ചിന്താഗതിയായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഗുരുവിനെയും നേടി ആന്തരികമായിട്ടും ബാഹ്യപരമായിട്ടും അവർ ഗുരുവിൻ്റെ കീഴിൽ സാധന അഭ്യസിക്കുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ അവരുടെ ചിട്ടകളെല്ലാം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ലക്ഷ്യസ്ഥാനം നേടുന്നു. ലൗകികനാണെങ്കിൽ കർമ്മയോഗം, കർമ്മം ചെയ്ത് മനഃശുദ്ധി വരുത്തി കർമ്മത്തിൽ നിന്നുള്ള ബന്ധനം ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെയാണ് എല്ലാം, പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സാക്ഷാത്കാരം നേടുന്നു. രണ്ട് രീതിയിൽ അനുഷ്ഠിച്ചാലും ഒരേ ലക്ഷ്യം തന്നെ ആണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവനെ നമ്മൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ തത്വദർശി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പൂർണ്ണമായും എല്ലാം ഒഴിവാക്കി സന്യാസം ആദ്യം തന്നെ സ്വീകരിച്ചാണ് ഈ ജ്ഞാനികൾ ആത്മസാക്ഷാത്കാരം നേടുന്നത്. കർമ്മയോഗത്തിൽ ജോലി, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കർമ്മയോഗത്തെ, നമ്മൾക്കിപ്പോൾ ഗൃഹസ്ഥാശ്രമമൊക്കെയാണ് എല്ലാവർക്കും, ലൗകികന്മാരായ എല്ലാവർക്കും ഗൃഹസ്ഥാശ്രമം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കർമ്മങ്ങൾ എന്ത് തന്നെയായാലും അത് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും തിക്താനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ ഭഗവാനെ 4 ചീത്തയും പറഞ്ഞ് നാളെ മുതൽ ഞാൻ ആശ്രമത്തിൽ പോവുകയാണ്, എനിക്കിങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാറ്റിൽ നിന്നും മുക്തനാവാൻ പോവാണ്, ഒന്നും ശരിയാവുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് ഈ എല്ലാം കൂടെ ഏറ്റെടുക്കാൻ പറ്റില്ല, ഞാൻ നാളെ മുതൽ ഒരു സന്യാസത്തിന് പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ട് അവിടെ സന്യാസിയായവൻ തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയാൽ അവിടെയും മനസ്സുറക്കില്ല, ഇവിടെയും മനസ്സുറക്കില്ല. അങ്ങനെ ജ്ഞാനിയായിട്ട് മാറില്ല. അങ്ങനെ ചെയ്യുന്നതല്ല ജ്ഞാനി. അല്ലെങ്കിൽ നാളെ ഒരു കാവ്യവസ്ത്രമൊക്കെ കൊടുത്ത് ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് ഒരു സന്യാസിയുടെ വേഷത്തിൽ നടന്നതുകൊണ്ട് ഒരു ജ്ഞാനിയായിട്ട് നമ്മൾ മാറില്ല.
അപ്പം നമ്മൾക്ക് എന്താണോ നമ്മളുടെ കർമ്മം, ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണോ അത് ചെയ്തിട്ട് അത് ചെയ്ത് അതിൽ മടുപ്പ് വന്ന് അതിൽ നിന്ന് ഉയർന്ന്, അതായത് ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് അന്ധകരണ ശുദ്ധി വരുത്തുകയാണ് വേണ്ടത്. ചില ആൾക്കാർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനോടൊക്കെ വിരക്തി കാണിക്കും. ഒന്നും ആദ്യം തന്നെ ഒരു സന്യാസത്തിലേക്ക് പോകാനുള്ള ഒരു മട്ടും ഭാവമൊക്കെ കാണിക്കും. അതിന് കാരണം അവർ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ അവരുടെ കർമ്മബന്ധങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി 1-2 കർമ്മബന്ധങ്ങളെ ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴേക്കും അവരുടെ ഒരു ചെറിയ വയസ്സ് വരെ എത്തുമ്പോഴേക്കും തന്നെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ കർമ്മബന്ധമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ കുറച്ച് നമ്മളെക്കാളൊക്കെ എത്രയോ എളുപ്പത്തിൽ തന്നെ ഈ ആത്മയോഗം അനുഭവിച്ച് അവർ ഓൾറെഡി കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ജ്ഞാനിയാവാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഒരാഗ്രഹവും ഇല്ല. ആദ്യം തൊട്ടേ അവർക്ക് യാതൊരു കാര്യത്തിലും ഒരാഗ്രഹവും ഉണ്ടാവില്ല. ആത്മനിഷ്ഠയായിട്ടുള്ള ഒരു സന്യാസിയായിരിക്കും. ആ സന്യാസി പോലെ ജീവിക്കുന്ന ഒരാൾ. അവർക്ക് വേഗം തന്നെ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ അർജുനന് ഉപദേശിച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ രണ്ടും വേറെയാണെന്ന് പറയുന്നവരൊക്കെ വിഡ്ഢികളാണ്. അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ അന്ധകരണ ശുദ്ധി നേടൂ. അതിനുശേഷം നീ തന്നെ ആത്മസാക്ഷാത്കാരം നിനക്ക് ലഭിക്കും. 6ാമത്തെ പദ്യം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി. മലയാളം. വിഷമം കർമ്മയോഗത്തെ വിട്ടു സന്യാസമേറുവാൻ കർമ്മയോഗത്തിലൂടെത്താൻ മനനം കർമ്മസാധകം. ഹേ മഹാബാഹോ, സന്യാസഃ തു അയോഗദഃ ആപ്തും ദുഃഖം യോഗയുക്തഃ ആപ്തും ദുഃഖം. അല്ലയോ അർജുന, ഹേ മഹാബാഹോ, സന്യാസമാവട്ടെ, സന്യാസഃ തു അയോഗദഃ ആപ്തും ദുഃഖം. കർമ്മയോഗം അനുഷ്ഠിക്കാതെ പ്രാപിക്കാൻ കുറച്ച് പ്രയാസമാണ്. യോഗയുക്തഃ മുനിഃ നചിരേണ ബ്രഹ്മ അധിഗച്ഛതി. കർമ്മയോഗത്തിലൂടെ അന്ധകരണശുദ്ധി നേടി ആത്മാനുസന്ധാനം ചെയ്യുന്ന ഒരു സാധകൻ വേഗത്തിൽ തന്നെ ബ്രഹ്മപദം പ്രാപിക്കുന്നു. ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ കർമ്മസന്യാസത്തിന് വേണ്ടിയിട്ട് കർമ്മയോഗമാണ് ഏറ്റവും നല്ല ഉപായം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ആദ്യം നീ കർമ്മയോഗം അനുഷ്ഠിക്കണം. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ കർമാനുഷ്ഠാനം ചെയ്യുന്നതിനിടയ്ക്ക് വരുന്ന പ്രതീക്ഷകൾ വിഫലമാവുമ്പോൾ നിരാശപ്പെട്ടിട്ട് ഞാൻ പോവാണ് സന്യസിക്കാൻ എന്ന് പറയണത് സന്യാസമല്ല. മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ പാത്രങ്ങളൊക്കെ, കറപിടിച്ച പാത്രങ്ങളൊക്കെ തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ്. അതേപോലെ കർമ്മം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ നീക്കിയിട്ട് അതിനെ ശുദ്ധമാക്കണം. ഈ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാലേ ആത്മാനുസന്ധാനം സാധിക്കുള്ളൂ. അങ്ങനെ അത് സാധിച്ചു കഴിഞ്ഞാലേ ഒരു സാധകന് ബ്രഹ്മനിഷ്ഠ കൈവരുള്ളൂ. അപ്പോൾ അയാളുടെ സർവകർമ്മങ്ങളും അയാളെ വിട്ടുപിരിയുന്നു. പിന്നീട് അയാൾ എന്തായിത്തീരുന്നേ? കർമ്മസന്യാസിയായി തീരുന്നു. ഇതാണ് സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പുകളിൽ കൂടെ, ഈ വഴികളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഈ കർമ്മസന്യാസിയായിട്ട് മാറുന്നത്. അതിനു മുന്നേ തന്നെ നമ്മൾ നേരത്തെ പദ്യത്തിൽ പറഞ്ഞ പോലെ ഞാൻ നാളെ മുതൽ സന്യാസിയാവാമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ ശാരീരികമായിട്ട് അയാളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ലെങ്കിലും അയാളുടെ മനസ്സ് അങ്ങനെയല്ല. മനസ്സെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ മാലിന്യം നീക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ മഹർഷിമാർ കണ്ടുപിടിച്ച ഒരു മാർഗമാണത്രേ ഈ കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗം ചെയ്തിട്ട് അന്ധകരണ ശുദ്ധിയൊന്നും നേടാത്തവനെ ധ്യാനനിഷ്ഠ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് ചെയ്താൽ മാത്രമേ ധ്യാനനിഷ്ഠ നേടാൻ പറ്റുള്ളൂ അർജുന എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു യോഗയുക്തനായിട്ടുള്ള മുനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും. അവർക്ക് പെട്ടെന്ന് കർമ്മങ്ങൾ ആചരിക്കുമ്പോൾ മനഃശാന്തി, ഏകാഗ്രതയെല്ലാം ലഭിക്കും. എത്ര കാലം കൊണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അധികം വൈകാതെ, നചിരേണാന്നേ പറയുള്ളൂ. അപ്പോൾ അധികം വൈകാതെ തന്നെ കിട്ടും.
അപ്പോൾ ഈ കർമ്മയോഗത്തിലൂടെ കർമ്മസന്യാസത്തിലെത്തുന്നത് എങ്ങനെയാണെന്ന് വീണ്ടും അർജുനന് സംശയം. അതാണ് 7ാമത്തെ ശ്ലോകം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. മലയാളം. കർമ്മേന്ദ്രിയം ജയിച്ചേറെ നിർമ്മലൻ കർമ്മമേൽക്കവേ സർവഭൂതങ്ങളിൽ തന്നിൽ കാണുന്നോൻ ലിപ്തനായിടാം. യോഗയുക്തഃ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തഃ കർമ്മയോഗമനുഷ്ഠിച്ച് വിശുദ്ധാത്മാ വാസനാമാലിന്യങ്ങൾ അകറ്റിയിട്ട് വിജിതാത്മാ മനസ്സിലെ വിക്ഷേപങ്ങളൊക്കെ ഒതുക്കി ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ അങ്ങനെയുള്ള ഒരു സാധകൻ സർവഭൂതാത്മഭൂതാത്മാ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവും ഞാനും അല്ലെങ്കിൽ താനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് ഒരു അനുഭൂതി വന്നതിന് ശേഷം കുർവൻ അഭി കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ന ലിപ്യതേ ആ കർമ്മത്തോട് ബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ ഒപ്പം തന്നെ ധ്യാനവും അനുഷ്ഠിക്കുന്ന ഒരു മുനി പെട്ടെന്ന് തന്നെ അതായത് കർമ്മയോഗം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ധ്യാനവും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരമപദം പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അതെങ്ങനെയാണെന്ന് വിവരിക്കുകയാണ്. നമ്മൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സാധകൻ്റെ അന്ധകരണം ശുദ്ധമാവുന്നു, അയാൾ വിശുദ്ധാത്മാവായി തീരുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള വിക്ഷേപങ്ങളെല്ലാം ചുരുങ്ങി ഇല്ലാതാവുന്നതിനെയാണ് ഈ അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫലം ഇച്ഛിക്കാതെ തന്നെ ഫലാകാംക്ഷ കൂടാതെ തന്നെ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ യാതൊരു കാമനകളും വികാരങ്ങളും ഒന്നും ഇല്ലാതെ ആവുമ്പോൾ മനസ്സ് തന്നെ പ്രശാന്തമായിട്ട് മാറും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനും സാധിക്കും. അപ്പോൾ വാസനകളകന്ന് ബുദ്ധി തെളിയുന്നു എന്നുള്ളതിനാണ് ഇവിടെ വിശുദ്ധാത്മാ എന്ന് പറഞ്ഞത്. വിക്ഷേപങ്ങളടക്കി മനസ്സിനെ ശാന്തമാക്കുന്നു എന്നുള്ളതിനാണ് വിജിതാത്മാ എന്നുള്ള പദം ഉപയോഗിച്ചത്. ഇനി ഇന്ദ്രിയങ്ങൾ അടങ്ങി ഒതുങ്ങി തൻ്റെ സ്വാധീനത്തിൽ തൻ്റെ കൺട്രോളിൽ വരുത്തുന്നതിനെയാണ് ഇന്ദ്രിയങ്ങൾ ജയിച്ചവൻ അല്ലെങ്കിൽ ജിതേന്ദ്രിയ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മയോഗം വഴി ഇതെല്ലാം സാധിക്കുന്ന ഒരു യോഗിക്ക് പെട്ടെന്ന് ആത്മസാക്ഷാത്കാരം സാധിക്കും. ഈ മനസ്സിനുണ്ടായിരുന്ന വികാരവിക്ഷോഭങ്ങളും ബുദ്ധിയിലെ കാമനകളൊക്കെ ആയിരുന്നു നമ്മുടെ തടസ്സങ്ങൾ ധ്യാനത്തിനുള്ള. അപ്പോൾ അതൊക്കെ നീങ്ങുമ്പോൾ തന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് മാറും. പെട്ടെന്ന് ബ്രഹ്മാനുഭൂതിയും സാക്ഷാത്കരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ എല്ലാ ചരാചരങ്ങളെയും അവർ ആത്മമയമായിട്ടാണ് കാണുന്നത്. അതായത് ഞാൻ തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്ന അന്തരാത്മാവ്, ആരും അന്യരല്ല. അങ്ങനെയുള്ള ഒരനുഭവം അവർക്ക് ഉണ്ടാകുന്നു. ഒരു ബ്രഹ്മത്തെ നമ്മൾ സമുദ്രത്തിനോട് ഉദാഹരണം പറയുകയാണെങ്കിൽ, സമുദ്രത്തിൽ നിന്നുണ്ടാവുന്ന അലകളാണത്രേ എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ സമുദ്രത്തിൽ നിന്നുണ്ടാവുന്നതാണ് ജലം. ആ ജലമാണ് തിരയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു തിരമാലയും മറ്റൊരു തിരമാലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതേപോലെ തന്നെ ഞാൻ തന്നെയാണ് നീയെ, നീ തന്നെയാണ് ഞാൻ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജലവും തിരമാലയും വ്യത്യാസമില്ലാത്ത പോലെ തന്നെ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള അർത്ഥം മനസ്സിലാവും, അല്ലെങ്കിൽ ആ തത്വം മനസ്സിലാവും. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും കർമ്മഫലങ്ങളൊന്നും ഏശുകയില്ല, അല്ലെങ്കിൽ പിടികൂടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനെ പറ്റിയിട്ട് ചിന്തയില്ല. കർമ്മഫലം എന്താണെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കർമ്മങ്ങളിൽ അഭിമാനം ഉണ്ടാവില്ല. കാരണം കർമ്മം എന്നെ അയ്യോ സുഖം തരുമോ ദുഃഖം തരുമോ അങ്ങനെയുള്ള യാതൊരു ചിന്താഗതികളും അവർക്കുണ്ടാവുന്നില്ല. അപ്പോൾ കർമ്മവാസനകളൊന്നും തന്നെ അവരെ ബാധിക്കുകയില്ല. അങ്ങനെ അന്ധകരണം ശുദ്ധമാക്കാനുള്ള ഒരു ഉപായമാണ് ഈ കർമ്മയോഗം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ പരമദിവ്യമായിട്ടുള്ള ഈ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാത്മാവ്
കർമ്മം ചെയ്യുന്നത് എന്ത് മനോഭാവത്തോടെ ആയിരിക്കും എന്ന് ഒന്നും കൂടെ വിശദീകരിക്കുകയാണ് 8-ാമത്തെയും 9-ാമത്തെയും കൂടിയിട്ടുള്ള ശ്ലോകത്തിൽ. അത് നമ്മൾ അടുത്ത ദിവസമാണ് വായിക്കുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.